ഗ്യാരണ്ടീഡ് ആയിട്ട് അവർ സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. ഈ സ്കോളർഷിപ്പിന്റെ അളവ് അത് നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അത് അവർ ഓഫർ ചെയ്യുന്ന സമയത്തുള്ള അവരുടെ ഡിസ്പോസിബിൾ സ്കോളർഷിപ്പ് എത്രയാണോ അതിനെ ബേസ് ചെയ്തിരിക്കും. പൊതുവെ ഇപ്പൊ പല രാജ്യങ്ങളും, ഇപ്പൊ കാനഡ ആണെങ്കിലും UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഈവൻ യൂറോപ്യൻ കൺട്രീസിൽ, ഫ്രാൻസിലൊക്കെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സും ആ കോഴ്സിന് ആ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സ്കോളർഷിപ്പിന്റെ ചിലപ്പോൾ അതൊരു എയർലി എൻട്രി ക്രൈറ്റീരിയ ആയിരിക്കാം. നമ്മൾ നോർമലി ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളൊരു മാർച്ച് ആ സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ ഓഫർ ലെറ്റർ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏർലി ആപ്ലിക്കേഷന്റെ സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റീസ് കൊടുക്കാറുണ്ട്. നമ്മൾ അവരുടെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫീസ് പേയ്മെന്റ് ചെയ്യുകയോ ചെയ്താൽ